സോ അഭി നമുക്കെല്ലാവർക്കും അറിയാം ത്രെറ്റ്സ് ലൈക്ക് ഇമെയിൽ സ്കാംസ് ആൻഡ് ഫിഷിംഗ് അറ്റാക്സ് എല്ലാം വി ആർ കൺസിഡറിങ് ആസ് എൻ ഓൾഡ് അറ്റാക്സ് അല്ലേ? അതെല്ലാം പഴയ ഒരു ടെക്നിക്സ് ആണ്. അതെ. സോ നമ്മുടെ വ്യൂവേഴ്സ് എല്ലാം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർക്കെല്ലാം അറിയണം എന്താണ് സൈബർ സെക്യൂരിറ്റിയിലെ പുതിയ ടെക്നിക്സ് അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ന്യൂ അറ്റാക്സ് അല്ലെങ്കിൽ ന്യൂ കൈൻഡ് ഓഫ് ടെക്നിക്സ്. ഓക്കെ, ഗൂഗിൾ പറഞ്ഞ പോലെ ഇമെയിൽ സ്കാംസും ഫിഷിങ്ങും ഒക്കെ പഴയ ടെക്നിക്കൊക്കെ ആയിരിക്കാം. പക്ഷെ നമ്മൾ പറയും ഓൾഡ് വൈൻ ഇൻ ന്യൂ ബോട്ടിൽ എന്നൊക്കെ. ഈയിടെയായിട്ട് ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ഒക്കെ വളരെയധികം വളർന്നു വരുന്നുണ്ട്, ലൈക്ക് ട്വിറ്റർ, ഫേസ്ബുക്ക് ആൻഡ് എവറിത്തിങ്. അപ്പോൾ ഈ ഫിഷിങ്ങും ഇമെയിൽ സ്കാംസും ഒക്കെ ഇപ്പോഴും അതിൻ്റെ കൂടെ പാരലായിട്ട് വളർന്നു വരുന്നുണ്ട്. ആ ടെക്നിക്സ് ഒക്കെ ഇപ്പോൾ ഇതുപോലത്തെ പുതിയ ടെക്നോളജിയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. നമ്മുടെ ഒരു അറിയപ്പെടാവുന്ന ഒരു സെലിബ്രിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് ഈ അടുത്ത്. അതെ, അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്ട്രസിന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടുകയും പിന്നെ അതിൽ ഒരുപാട് ഏകദേശം 4 ലക്ഷം രൂപയുടെ അടുത്തോ മറ്റോ ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്തു. അതിനുശേഷം ഈ ഹാക്ക് ചെയ്ത വ്യക്തി തന്നെ ഈ സെലിബ്രിറ്റീനെ കോൺടാക്ട് ചെയ്യുകയും എന്തൊക്കെ ടിപ്സ് ആണ് എടുക്കേണ്ടതെന്ന് ഉപദേശിക്കുകയും പ്രിക്കോഷൻസ് ഉപദേശിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഈയിടെയായിട്ട് നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് മൊബൈൽ ഫോൺസ് ഇപ്പോൾ വളരെയധികം വർദ്ധിച്ചു വരുന്നല്ലോ. ഇപ്പോൾ അതിൽ ഒരുപാട് ത്രെറ്റ്സും ഇതൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഫേക്ക് ഫോൺ കോൾസ്, SMS, ചിലപ്പോൾ നമുക്കൊരു IST നമ്പറൊക്കെ നമുക്ക് തന്നിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് സമ്മാനങ്ങളൊക്കെ അടിച്ചു എന്ന് പറഞ്ഞിട്ട് അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു SMS ആയിരിക്കും. ഓക്കെ, ഓഫേഴ്സ് ഒക്കെ ആയിട്ട്. അപ്പോൾ അതിലൊരു കോൾ ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു നമ്പർ തരും. നോർമലി അതൊരു ഇന്റർനാഷണൽ IST നമ്പർ അങ്ങനെ ആയിരിക്കും. അതിൽ വിളിക്കുന്നതോടുകൂടി നമ്മുടെ ക്യാഷ് പോവുകയും അവർക്ക് ആ ക്യാഷ് കിട്ടുന്ന തരത്തിലുള്ളതാണ്. സോ അഭി കമ്മിങ് ബാക്ക് ടു ഓൺലൈൻ ബാങ്കിങ്. സോ ഐ തിങ്ക് നൗ ഡേയ്സ് ബാങ്കിങ് സൈറ്റ്സ് മാത്രമല്ല ടാർഗറ്റ് ചെയ്യുന്നത് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം ദർ ഇസ് സംതിങ് കോൾ വെബ്സൈറ്റ് ഡിഫേസ്മെന്റ്. അപ്പോൾ നിങ്ങൾ വ്യൂവേഴ്സ് എല്ലാം കേട്ടിരിക്കും ന്യൂസിലും ഇതൊക്കെ. CBI വെബ്സൈറ്റ് ഗോട്ട് ഡിഫേസ്ഡ്. നമ്മുടെ നാട്ടിലത്തെ കാര്യം തന്നെ പറയാൻ വെച്ചാൽ KPCCയുടെ വെബ്സൈറ്റ് ടാർഗറ്റ് ചെയ്യപ്പെട്ടു. സോ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അത് പണ്ട് നമുക്കൊരു വിചാരം ഉണ്ടായിരുന്നു ഇതെല്ലാം സൈബർ ആക്രമണങ്ങളും എല്ലാം ഇപ്പൊ ഒന്നില്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് നടക്കുന്നു, അല്ലെങ്കിൽ ഹൈ പ്രൊഫൈൽ കമ്പനീസ് അല്ലേ? അതെ, വലിയ കമ്പനീസിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നുള്ള ഒരു വിചാരം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അതല്ലാന്ന് തെളിയിക്കപ്പെട്ടു. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം നമ്മുടെ നാട്ടിൽ തന്നെ ഒരു പ്രശസ്തമായ യൂണിവേഴ്സിറ്റി, അതുപോലെ ഒരു ആക്ടറിന്റെ വെബ്സൈറ്റ്, അതുപോലെ ഇതൊക്കെ മാറ്റി നിർത്തി. ഇതൊക്കെ നമുക്ക് പറയാം ഹൈ പ്രൊഫൈൽ വെബ്സൈറ്റ്സ് ആണ്. ഇതൊക്കെ മാറ്റി നിർത്തുകയാണെങ്കിലും ഈവൻ ഈയിടെയായിട്ട് ചോറ്റാനിക്കര ഭഗവതി ടെമ്പിളിന്റെ വെബ്സൈറ്റ് വരെ ഹാക്ക് ചെയ്യപ്പെട്ടു. നമ്മുടെ യൂസേഴ്സ് എല്ലാം ഹെവിലി ഡിപ്പെൻഡന്റ് ഓൺ ടൊറന്റ് ഫയൽസ് അല്ലേ? അതെ, എല്ലാവരും ഓൺലൈൻ ടൊറന്റിൽ നിന്ന് ഫിലിംസ് ഡൗൺലോഡ് ചെയ്യലും ഫേക്ക് സോഫ്റ്റ്വെയർസ് ഡൗൺലോഡ് ചെയ്യലാണ്. സോ അതിന്റെ ഒരു സെക്യൂരിറ്റി മെഷേഴ്സ് ലൈക്ക് ദേ ആർ ഇൻജെക്ടിങ് സം സോഫ്റ്റ്വെയർസ്. സെക്യൂരിറ്റി ആസ്പെക്ട് നോക്കുകയാണെങ്കിൽ ഈ പൈറേറ്റഡ് സോഫ്റ്റ്വെയർ പറയുന്നത് തന്നെ അവർക്ക് പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ലല്ലോ ഈ പൈറേറ്റഡ് സോഫ്റ്റ്വെയർ അവിടെ കൊണ്ടുവന്നിടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ അവർക്ക് വേറെന്തോ ലക്ഷ്യമുണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനോ. ഹിഡൻ പ്രോഗ്രാം. അതെ. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ ശ്രദ്ധിച്ചൊരു കാര്യമാണ്. പുള്ളിക്കാരൻ ഇൻസ്റ്റാൾ ചെയ്ത ഒരു പൈറേറ്റഡ് സോഫ്റ്റ്വെയർ ആക്ച്വലി ഒരു വെബ് ക്യാം തന്നെ ഓൺ ആക്കുന്നുണ്ടായിരുന്നു. വീഡിയോസ് ക്യാപ്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. ക്യാപ്ചറിംഗ് വെബ് ക്യാം അല്ലേ? അതെ. അപ്പോൾ ഈ ക്യാപ്ചർ ചെയ്യുന്ന വീഡിയോ എവിടേക്കാണ് പോകുന്നതെന്നും നമുക്ക് അറിഞ്ഞൂടാ. ഇതുപോലെ ക്യാപ്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ സെക്യൂരിറ്റി ത്രെറ്റ്സും ഒക്കെ പൈറേറ്റഡ് സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ടാണ് യൂസേഴ്സിനോട് എല്ലാവരും ഈവൻ കമ്പനീസൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്നത് കഴിയുന്നതും ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒറിജിനൽ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യാൻ പറയുന്നത്. സോ നമ്മളിന്ന് കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. നമ്മൾ കുറേ സൈബർ സെക്യൂരിറ്റി ടിപ്സ് തന്നു. സോ ഇറ്റ് വാസ് എ ഗ്രേറ്റ് ടോക്കിംഗ് ടു യു. താങ്ക് യു ഫോർ ബീയിങ് ഹിയർ അബി. യാ, ഇറ്റ്സ് മൈ പ്ലഷർ. താങ്ക് യു. ഇൻഫർമേഷൻ ടെക്നോളജി ഇസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഗെയിം. IT ഫീൽഡിലെ അത്യാവശ്യം ചില കളികൾ അറിയാവുന്ന ഒരു സ്മാർട്ട് പ്ലെയർ ആണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ്. നമസ്കാരം, ഞാൻ വിനയൻ. ഇന്ന്